ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഓവറോൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നമുക്കറിയാം. അവസാനത്തെ 2 ട്രേഡിംഗ് സെഷനിൽ അത് ലോസിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ 7 മാസങ്ങൾക്ക് ശേഷം വളരെ നല്ല പെർഫോമൻസ് നടത്തിയ ഒരു മാസമാണ് ബെഞ്ച് മാർക്കിൽ കടന്നുപോയത്. നിഫ്റ്റിയും സെൻസെക്സും അവരുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് മന്തായിരുന്നു കഴിഞ്ഞ 7 മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ മാസത്തിൻ്റെ അവസാനം പക്ഷേ നമുക്ക് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ നിഫ്റ്റിയുടെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ 25,966 കഴിഞ്ഞ ആഴ്ച യാത്ര ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു 26,000 എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ നെക്സ്റ്റ് വെനസ്ഡേ അത് 26,053 എന്ന ലെവലിൽ എത്തുകയുണ്ടായി. എന്നാൽ അവിടെ നിന്നാണ് പിന്നീട് വീണ്ടും 25,800 അവിടെ നിന്ന് 25,700 താഴത്തേക്ക് കുത്തിയത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 0.65% ലോസിലാണ് ഫിനിഷ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 0.56 നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ് 150 നോക്കുകയാണെങ്കിലും അവിടെ 0.48% നേട്ടമാണ്. അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 നോക്കുകയാണെങ്കിൽ അവിടെയും 0.4% ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി മൈക്രോ ക്യാപ്പിലും 0.21% ഒരു നേട്ടമാണ്. അപ്പോൾ നിഫ്റ്റി 50 ആ ഒരു ബെഞ്ച് മാർക്ക് മാത്രമാണ് ലോസിലായത്. ബ്രോഡ് മാർക്കറ്റ് എല്ലാം കഴിഞ്ഞ ആഴ്ച യഥാർത്ഥത്തിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നിലവിൽ നമ്മൾ മാർക്കറ്റിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു റേഞ്ച് ബോണ്ടായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഗ്ലോബൽ ക്യൂസ് വളരെയധികം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് US നെക്സ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസംബറിൽ വരാൻ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റേറ്റ് കട്ടിൻ്റെ ഡേറ്റിനെ പറ്റി ഒരു അനിശ്ചിതത്വം ഇപ്പോൾ നിലവിലുണ്ട്. അതേപോലെ ഇന്ത്യ US ട്രേഡ് ഡീലും ചൈന US ട്രേഡ് ഡീലും അതൊക്കെ അനിശ്ചിതത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന തികച്ചും വെല്ലുവിളി നിറഞ്ഞ ഗ്ലോബൽ മാക്രോ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത്. ഇത് കൂടാതെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി അതിൻ്റെ ഡിവാലുവേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ച FIIs അവസാന 2 ട്രേഡിംഗ് സെഷനിൽ ശക്തമായ സെല്ലിംഗ് നടത്തിയത് കാരണം ഓവറോൾ ഈ മാസം പോസിറ്റീവിലാകേണ്ടിയിരുന്ന FII സെല്ലിംഗ് നെഗറ്റീവിലാണ് ഉണ്ടായത്. എന്നാൽ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ മാർക്കറ്റ് ഇപ്പോഴും ഗ്രീഡി സോണിൽ തന്നെയാണ്. ഗ്രീഡിൻ്റെയും എക്സ്ട്രീം ഗ്രീഡിൻ്റെയും ആ ഒരു ബോർഡറിലാണ് നിൽക്കുന്നത്. F&O മാർക്കറ്റിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോളിൻ്റെ ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 26,000 എന്ന ലെവലിലാണ്. പുട്ട് സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,500 എന്ന ലെവലിലാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നിലവിലുള്ള നിഫ്റ്റിയുടെ 25,700 എന്നുള്ള ലെവല് അത് ബ്രേക്ക് ചെയ്ത് 25,670 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, കാരണം ഈ ഒരു 25,670 എന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ സ്വിംഗ് ഹൈ ആണ്. അപ്പോൾ ആ ഒരു 25,670 താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബിയേഴ്സ് നല്ല ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 25,600 എന്നുള്ള 20-day മൂവിംഗ് ആവറേജിന്റെ ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അത് 25,500 എന്നുള്ള ആ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ വരെ എത്താനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ ഹയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 25,900 അതുപോലെ 26,000 ഈ ഒരു ലെവല് വളരെ വലിയൊരു കടമ്പയായിട്ട് ഇപ്പോഴും നിഫ്റ്റിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയായാലും മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് 25,500 എന്നുള്ള ലെവലിൽ ആ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് നല്ലൊരു ബൈ ഓൺ ഡിപ്സ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ കാണേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിന്റെ ആ ഒരു ഗതി നിർണ്ണയിക്കാൻ പോകുന്ന ചില കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 4 ട്രേഡിംഗ് ഡേ മാത്രമേ ഉള്ളൂ. നവംബർ 5 മാർക്കറ്റ് ഹോളിഡേ ആണ്, ഗുരുനാനാക്ക് ജയന്തിയാണ്. ഇപ്പോൾ 4 ദിവസത്തെ ഒരു ട്രേഡിംഗ് ഡേയിലാണ് കാര്യങ്ങളൊക്കെ തീരുമാനമാവുക. ഇപ്പോൾ Q2 റിസൾട്ടിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല കമ്പനികളും അവരുടെ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ജയൻറ്റ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ, ടൈറ്റാൻ, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്സ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, പേടിഎം, SBI, ബ്രിട്ടാനിയ, ലൂപ്പിൻ, ബജാജ് ഓട്ടോ, ഹിൻഡാൽകോ പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകളൊക്കെ നെക്സ്റ്റ് വീക്കാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ പ്രതിനിധീകരിക്കുന്ന സെക്ടറുകൾ തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ട സെക്ടറുകളായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ അതും മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഉയർത്താൻ സഹായകമാകും. ഇപ്പോൾ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള നെഗോഷിയേഷൻസ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്നാണ്. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ ഇവൻറ്റ് മാത്രമാണ് കാര്യമായിട്ട് നമ്മുടെ മാർക്കറ്റിനെ നെക്സ്റ്റ് വീക്ക് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഇവൻറ്റ്. നമ്മൾ ഗോൾഡ് പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്രൈഡേ ഏകദേശം 1% താഴത്തേക്ക് വന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ സിൽവറിലും 0.5% ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോളർ കുറച്ച് ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് കടന്നുപോയത്. സ്വാഭാവികമായിട്ട് ഡോളർ ശക്തിപ്പെടുകയാണെങ്കിൽ ഈ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും പ്രൈസ് കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് നമ്മൾ കാണുന്നത് 99.7 എന്നുള്ള ആ ഒരു ലെവലിലാണ്. അത് 100 എബവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾഡ് പ്രൈസിലും സിൽവർ പ്രൈസിലും കാര്യമായ ഒരു ഡിപ്പ് ഉണ്ടാക്കാൻ കാരണമാകും. ഇനി ക്രൂഡ് ഓയിൽ പ്രൈസസ് അത് കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ WTI ക്രൂഡ് 60 എന്ന ലെവലിലും ബ്രണ്ട് ക്രൂഡ് 65 എന്ന ലെവലിലും സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ US ചൈന ട്രേഡ് ഡീൽ ഒരു പോസിറ്റീവ് ലെവൽ എത്തുകയാണെങ്കിലും ഈ രീതിയിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് മൊത്തത്തിലുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ട്രംപും ഷിയും തമ്മിലുള്ള ഏറ്റവും അവസാനത്തെ മീറ്റിംഗ് വലിയ പ്രതീക്ഷകൾ ഉയർത്തിയിരുന്നെങ്കിലും അത് കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് ട്രേഡ് ടോക്ക് തള്ളിവിട്ടുകൊണ്ടാണ് അവസാനിച്ചത്. എന്നാൽ റെയർ എർത്ത് മേഖലയിലുള്ള ഒരു സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീക്കിയതായിട്ട് ആ ട്രേഡ് ടോക്കിൽ പറയുന്നുണ്ടെങ്കിലും ഇപ്പം ചൈനയുടെ ആ ഒരു താരിഫ് അത് 10% മാത്രമാണ് അമേരിക്ക താഴോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും എത്രയോ ദൂരം ഈ ഒരു ട്രേഡ് ടോക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് കാണുന്നത് ഓട്ടോ സെഗ്മെന്റാണ്. കാരണം ഓട്ടോ സെയിൽസ് ഡാറ്റ വന്നിരുന്നു. അവിടെ പാസഞ്ചർ വെഹിക്കിളിന്റെ ആ ഒരു സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 17% ഒരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മറ്റ് പാസഞ്ചർ സെഗ്മെന്റിൽ ഇപ്പോൾ കമേഴ്ഷ്യൽ വെഹിക്കിൾ ആയാലും 3 വീലേഴ്സ് ആയാലും 2 വീലേഴ്സ് ആയാലും ഈ മേഖലകളിലൊക്കെ നല്ല വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ഓട്ടോമൊബൈൽ എക്സ്പോർട്ടിന്റെ കാര്യത്തിലും 19% ഒരു ജമ്പും ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ GST റീസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് സ്മോൾ കാറുകളൊക്കെ കൂടുതലായിട്ട് അഫോർഡബിൾ ആകുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഫെസ്റ്റിവൽ സീസൺ, പ്രത്യേകിച്ച് ദസറ, ദിവാലി പോലെയുള്ള ഫെസ്റ്റിവൽ സീസൺ അതും ഈ സെയിൽസിനെ വലിയ തോതിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചില പ്രധാനപ്പെട്ട കാർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ മാരുതി 10% ആണ് അവരുടെ ഇയർ ഓൺ ഇയർ സെയിൽസ് ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 31% ഇമ്പ്രൂവ് ആയി. ടാറ്റയുടെ അത് 27% ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അതുപോലെ ടൊയോട്ട 43% അവരുടെ ഇയർ ഓൺ ഇയർ ജമ്പ് സെയിൽസിൽ കാണാൻ പറ്റും. ഇവിടെ ഹ്യുണ്ടായി മാത്രമാണ് ഒരു 3.2 ഒരു നെഗറ്റീവ് ലെവൽ കാണുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റ നമ്മൾ കാണുന്നത് GST ഡാറ്റയാണ്. ഒക്ടോബർ മാസത്തെ GST കളക്ഷൻ 4.6% ഇയർ ഓൺ ഇയർ വർധനവുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ 1.96 ലക്ഷം കോടിയായിട്ടാണ് കളക്ഷൻ നടന്നത്. എന്നാലും ഒക്ടോബർ മാസത്തെ കളക്ഷൻ സ്ലോ ആയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ GST കൗൺസിൽ മീറ്റിംഗിന് ശേഷം ഉണ്ടായിട്ടുള്ള GST റീസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരുന്നത് കൊണ്ട് ഇതിന്റെ അനൗൺസ്മെന്റിന് ശേഷമാണ് ശക്തമായ ബൈങ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ GST കളക്ഷന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഈ നിലവിലുള്ള GST റീസ്ട്രക്ചറിങ് എത്രമാത്രം നമ്മുടെ എക്കണോമിയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തമായൊരു ഡാറ്റ നമുക്ക് ലഭിക്കണമെങ്കിൽ അടുത്ത മാസത്തെ ഡാറ്റയിലായിരിക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. GST റീസ്ട്രക്ചറിങ് ഫലത്തിൽ വരുന്നതിന് മുമ്പേ ഒരു 4% ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നെക്സ്റ്റ് മന്ത് നമ്മളെ പഴയ ഗ്രോത്ത് റേറ്റ് ആയിട്ടുള്ള 9%ലേക്ക് അത് വീണ്ടും ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ GST റീസ്ട്രക്ചറിങ് മൊത്തത്തിൽ ഗവൺമെൻറ്റിന് വലിയ നഷ്ടം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഓക്ല IPO ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലിസ്റ്റിംഗ് ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് നവംബർ 6 തീയതിയാണ്. ഇപ്പം നിലവിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 13% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്ക് നേടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക. പുതുതായിട്ട് ഓപ്പൺ ചെയ്ത 2 IPOകൾ ഇപ്പോൾ ലെൻസ്കാർട്ട് സൊല്യൂഷൻ്റെ IPOയും സ്റ്റഡ്സ് ആക്സറീസിൻ്റെ IPOയും നിലവിലുണ്ട്. അപ്പോൾ ലെൻസ്കാർട്ടിൻ്റേത് നവംബർ 4 തീയതിയാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. നിലവിലുള്ള GMP നോക്കുകയാണെങ്കിൽ 21% ഒരു ഗെയിൻ ഈ സ്റ്റോക്ക് നേടിയേക്കാം. അപ്പോൾ ലെൻസ്കാർട്ടിൻ്റെ IPOയുടെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി സ്റ്റഡ്സ് ആക്സറീസിൻ്റെ IPO ക്ലോസ് ചെയ്യാൻ പോകുന്നത് 3 തീയതിയാണ്. നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം സൂചിപ്പിക്കുന്നത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 11.45% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത മാത്രമാണ്. അപ്പോൾ ഈ ഒരു 11% ലെവലിലുള്ള ആ ഒരു GMP ത്രൂ ഔട്ട് ഈ IPO വന്നതിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ യാതൊരുവിധ ഫ്ലക്ച്വേഷൻസും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിൽ തന്നെ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അടുത്തതായിട്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട IPOകളാണ്. ഒന്ന് ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ് ലിമിറ്റഡ്. അപ്പോൾ ഈ പേര് നമുക്ക് കുറച്ച് അൺയൂഷ്വലായിട്ട് തോന്നുമെങ്കിലും ഇത് ഗ്രോ എന്ന് പറയുന്ന നമ്മളൊക്കെ സുപരിചിതമായിട്ടുള്ള ബ്രോക്കർ പ്ലാറ്റ്ഫോമിൻ്റെ IPO ആണ്. നവംബർ 4 തീയതിയാണ് ഇത് ഓപ്പൺ ആകുന്നത്. 7 തീയതിയാണ് അവസാനിക്കുക. 6632 കോടി ഇഷ്യൂ സൈസുള്ള വലിയൊരു IPO ആണിത്. 95-100 എന്നുള്ള ഒരു പ്രൈസ് ബാൻഡിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ റീറ്റെയിലേഴ്സിന് ഒരു ലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ 15,000 രൂപ വേണ്ടി വരും. 150 ഷെയറുകളായിരിക്കും ആ ഒരു ലോട്ടിൽ ഉണ്ടാവുക. അത്തരത്തിൽ 13 ലോട്ടുകൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഈ ഗ്രോ എന്ന് പറയുന്ന ഈ ഒരു ബ്രോക്കർ പ്ലാറ്റ്ഫോമിന് ഏകദേശം 26% മാർക്കറ്റ് ഷെയർ നിലവിൽ
സ്റ്റോക്ക് ബ്രോക്കിംഗ് സെഗ്മെന്റിൽ അവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. FY24 ചെറിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായാലും അതൊരു ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ടോപ്പ് ലൈനിലായാലും ബോട്ടം ലൈനിലായാലും നല്ല ഗ്രോത്താണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ PE കുറച്ച് ഹൈ ആണെങ്കിലും അതൊരു ഓവർ വാല്യൂഡ് സെഗ്മെന്റിലേക്ക് പോയി എന്ന് പറയാൻ കഴിയില്ല. ഗ്രോ IPO നല്ലൊരു ഡിമാൻഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ 16% ഒരു ഗ്രോത്ത് ഇപ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിങ്ങിന് ശേഷം തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നല്ല തോതിൽ ഇത് മുന്നേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. എങ്കിലും മാർക്കറ്റ് കണ്ടീഷൻ ഒരു പ്രധാന ഘടകമാണ്. മറ്റൊരു IPO ആണത് പൈൻ ലാബ്സിൻ്റെ IPO ആണ്. ഇത് നവംബർ 7-ാം തീയതിയാണ് ഓപ്പൺ ആവുക. നവംബർ 11-നാണ് അവസാനിക്കുക. അപ്പോൾ പൈൻ ലാബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള മർച്ചൻറ്റ് കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ സൊല്യൂഷൻസ്, പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങും മർച്ചൻറ്റ് ഫിനാൻസിങ്ങും ഒക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട മേഖല. കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന ആ ഒരു മെഷീനിലൊക്കെ നമുക്ക് ഈ പൈൻ ലാബ്സിൻ്റെ ബ്രാൻഡ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രഷ് ഇഷ്യൂ 2080 കോടിയുടേതാണ്. ഓഫർ ഫോർ സെയിൽ 8 കോടി മാത്രമാണ്. മറ്റ് ഡീറ്റെയിലുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.